ഓരോ ചെറിയ കാര്യത്തിനും ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എന്നാൽ നേരം പുലരുമ്പോൾ സുബഹിക്ക് എണീറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് മക്കളെ നോക്കി ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിച്ച് അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നവരായിരിക്കും പല സ്ത്രീകളും അല്ലേ. എന്നാൽ അതിനിടയിൽ ഒരു ചെറിയൊരു ഔട്ടിങ്, ഒരു ചെറിയ കാര്യം മതി നമുക്ക് ഒരു സന്തോഷം കിട്ടാൻ, നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ. എന്നാൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളും ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു ചായ കുടിക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു മാസത്തോളം 1-2 മാസത്തോളമായിട്ട് അതിന് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ കാര്യം അങ്ങ് വിട്ടുപോകും. പിന്നെ ഇതാ ഇപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോയി ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പം ഇതും നമുക്ക് ഒരുപാട് മനസ്സൊന്ന് റിലാക്സ് ആവുന്ന, നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യം കേട്ടോ. നല്ല ചായയും കടിയും കിട്ടുന്ന സ്ഥലം എവിടെയാന്ന് തിരഞ്ഞു പോകുന്ന പണിയാട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങാതെ കാറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചായ വാങ്ങി ചായയും എണ്ണക്കടികളൊക്കെ വാങ്ങി കുടിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തനി ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന എനിക്ക് എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. നമുക്ക് വിചാരിക്കുന്ന സമയത്ത് പുറത്ത് പോയി കഴിക്കാനും അതിനൊന്നുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുള്ളത് കേട്ടോ. മാഷാ അല്ലാ. പിന്നെ എനിക്ക് ഈ ചായ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഇങ്ങനത്തെ ചായക്കടയിലൊക്കെ പോയി ചായ കുടിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ചെറുതായ സമയത്ത് എനിക്ക് TB ഉണ്ടായിരുന്നു. അപ്പോൾ ആ രോഗത്തിന് വേണ്ടിയിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി വാപ്പ കൊണ്ടുപോകുന്നത് കോഴിക്കോടുള്ളൊരു ശശിധരൻ ഡോക്ടറെ ആയിരുന്നു കേട്ടോ. ആ ഡോക്ടറെ അടുത്ത് അവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചായക്കടയിൽ നിന്ന് നല്ല അരിയുണ്ടയും എള്ളുണ്ടയും നല്ല ചായയും കുടിക്കുന്ന ഒരു ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്നും ഡോക്ടറെ അടുത്ത് പോകുന്നത് ആ ചായ കുടിക്കാനായിരുന്നു. പക്ഷേ വാപ്പ ഇന്ന് എന്നെ കൊണ്ടുപോകുന്നത് ഡോക്ടറെ കാണിക്കാനായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കടയിലൊക്കെ പോയി ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് അതിങ്ങനെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.